ഹലോ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് രാവിലത്തേക്ക് ഞങ്ങൾക്ക് ഞണ്ട് കറിയാണ് കേട്ടോ. രാവിലെ ഞണ്ട് വാങ്ങി ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് കറിയാക്കിയാൽ മതി. പിന്നെ ഞാനൊരു പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സേമിയ പായസമാണ്. അപ്പൊ അതിനായിട്ട് ഞാനൊരു സേമിയ പായസം മിക്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ 2 കവർ പാലും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേ പീലിമോള് ഹായ് പറയാൻ വന്നിട്ടുണ്ട്. പെരുമുള്ള മൂഡ് ശരിയല്ല കേട്ടോ, ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് അവളൊന്നും ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. അപ്പൊ അവളെ ഉറക്കാനായിട്ട് മുകളിൽ കൊണ്ട് കൊടുത്തിട്ടോ. പിന്നെ ഇതേ പായസം ഉണ്ടാക്കാനായിട്ട് പാൽ ആദ്യം തന്നെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാല് തിളച്ച് വന്നപ്പോഴേക്കും കുറച്ച് പാല് കുട്ടികൾക്ക് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് പായസം മിക്സ് ഇട്ട് കൊടുക്കുവാണ്. അപ്പൊ നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം അതിലുണ്ട്. അങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ ഇതേ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഞണ്ട് കറിക്ക് വേണ്ട ഇഞ്ചിയും പച്ചമുളക് സവാള എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് മൂപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും പായസം 4 ഗ്ലാസ്സിലേക്ക് എടുത്ത് വെക്കണേ. ചൂടാറാനായിട്ട് എടുത്ത് വെക്കണം കേട്ടോ. പിള്ളേരെ എടുത്തുകൊണ്ട് പോയി ഒരു ഗ്ലാസ് അകിലിന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ഒന്ന് കഴിച്ചു നോക്കിട്ടോ. പിന്നെ കറി വെക്കാനായിട്ട് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. പിന്നെ ഒരു ചെറിയ തക്കാളി നല്ലപോലെ ഒന്ന് അരച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് അരച്ചിട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് ഈ മിക്സ് ഒന്ന് ചൂടായതിന് ശേഷം ഞണ്ടിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ കപ്പങ്ങ കിട്ടിയിട്ടുണ്ട്, അതും കൂടി ഒന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കി എടുക്കണം. അപ്പൊ ഇതേ നമ്മുടെ ഞണ്ട് കറി സെറ്റായി വരുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ പായസം കഴിക്കുന്നുണ്ട് കേട്ടോ. പായസം കഴിച്ച് പായസം കൊണ്ട് കുളിക്കാനും തുടങ്ങി കേട്ടോ. ഡ്രസ്സിലൊക്കെ വീണു. അങ്ങനത്തെ ഞണ്ട് കറി റെഡിയായി വന്നപ്പോഴേക്കും അത് ഇറക്കി വെച്ചതിന് ശേഷം കപ്പങ്ങ താളിക്കാനായിട്ട് നോക്കുവാണേ. പിന്നെ നമ്മൾ എന്തെടുത്താലും താഴെ വീഴുമല്ലോ, അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എന്നിട്ട് ഇതേ ഞണ്ട് കറി ഇറക്കി വെച്ച് കപ്പങ്ങ താളിക്കാനുള്ള ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിച്ചു. നമ്മുടെ കപ്പങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഒന്ന് വേവിച്ച് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഇതേ കപ്പങ്ങ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ രാവിലെ വെച്ച ചോറാണ് കേട്ടോ, അതൊന്ന് ചൂടാക്കി എടുക്കണം. കപ്പങ്ങ ഇറക്കി വെച്ചതിന് ശേഷം ഇഡ്ഡലി പാത്രം വെച്ചു. അതിലേക്ക് നമ്മുടെ അരിപ്പ പാത്രത്തിലാണ് കേട്ടോ ചോറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇഡ്ഡലി പാത്രത്തിന്റെ മുകളിൽ വെച്ചാല് കുറച്ച് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് ചൂടാവുമല്ലോ. അപ്പൊ അതും വെച്ചിട്ടോ. അപ്പൊ ഇന്നത്തെ പണിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ ജോലിയും കഴിഞ്ഞിട്ടോ. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.